രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് BJPയുടെ മാർച്ച്. ടൗൺ സൗത്ത് സ്റ്റേഷന് മുന്നിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി അജിത് ബാബുവാണ് ചേരുന്നത്. അജിത്, എങ്ങനെയാണ് പ്രതിഷേധം നടന്നത്? അത് ഇന്ന് രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിലേക്ക് BJP മാർച്ച് സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം നടന്നത്. പോലീസ് ഇത് തടഞ്ഞതോടുകൂടി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടം MLAക്കെതിരെ ഗുരുതരമായ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ പ്രതിഷേധം നടന്നത്. അതിനുശേഷം ഇത്തരത്തിൽ കുറച്ച് പ്രവർത്തകരെ ഇവിടുന്ന് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അവരെ ഇത്തരത്തിൽ ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ഇവരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്റ്റേഷന്റെ മുമ്പിൽ കുത്തിയിരുന്നുകൊണ്ട് ഇത്തരത്തിൽ BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനൊടുവിൽ ഈ പ്രവർത്തകരെ വിട്ടയച്ചപ്പോഴാണ് ഈ പ്രതിഷേധം അവസാനിച്ചത്. രാഹുൽ മാങ്കൂട്ടം MLAക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കൃഷ്ണകുമാർ ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ രാഷ്ട്രീയ ആക്റ്റീവ് ആകുന്ന ആളാണെന്ന് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഉൾപ്പെടെയാണ് കൃഷ്ണകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതാണെങ്കിലും ശക്തമായ പ്രതിഷേധമാണ് BJPയുടെ